തലനേരി വെക്കടി. പയ്യെ. എന്താ പ്രശ്നം? നിനക്ക് എന്താ വേദനിക്കുന്നോ? പിന്നെ അല്ലാതെ കാർക്കൂത്തിൽ എപ്പോഴും നന്നായിട്ട് സൂക്ഷിക്കണ്ടേ? ഇങ്ങനെ അല്ല ചേട്ടാ, വട്ടക്കെട്ടാണ് കെട്ടാൻ പറഞ്ഞത്. ഞാൻ ഇത് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഫംഗ്ഷന് വേണ്ടി തിരുവാതിര കളിക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ഈ കഥാപാത്രം. തിരുവാതിരയ്ക്ക് മേക്കപ്പ് ചെയ്ത് സഹായിക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറും അവരുടെ കൂട്ടുകാരിയും എത്തുകയാണ്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാണുക. ഇത് മെമ്പറാണ്, അവര് പഴയ ബ്യൂട്ടീഷ്യനൊക്കെയാണ്. ചേച്ചി എന്താ പേരെന്താ? ബീന. ഓ ബീന. 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 ചേച്ചിയുടെ പേരോ? ഷീജ. ഷീജ. ഒരാളെ അവര് രണ്ടുമൂന്നൊരു മേക്കപ്പ് ഓരോ സ്ഥലത്ത് ചെയ്യാം, പിന്നെ ചെയ്തോണ്ടിരിക്കുക. ഈ ചേച്ചിയുടെ മേക്കപ്പ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ചെയ്തോളാം, എനിക്കൊന്ന് ചെറിയ ഹെൽപ്പ് ചെയ്താൽ മതി. അസോസിയേഷനിലേ നമുക്ക് പേയ്മെന്റ് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്നാൽ പേയ്മെന്റ് വാങ്ങിക്കൊള്ളും, പേയ്മെന്റ് തരും. ബട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ചേച്ചിക്ക് തലയൊക്കെ കെട്ടാൻ അറിയാലോ അല്ലേ? നിങ്ങൾ പറയുന്ന മോഡൽ അല്ല, വട്ടക്കെട്ട് തന്നെയാണ് കെട്ടണം. വട്ടക്കെട്ട് മസ്റ്റ് ആട്ടോ. വട്ടക്കെട്ട് മസ്റ്റാ. ചേട്ടാ ഇതുവരെയായിട്ടും കെട്ടിയില്ലല്ലോ. ചേട്ടെ എന്റെ വൈഫാട്ടോ. ഹസ്ബൻഡാണ്. 4 വർഷം കലാത്തിലേക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഭാഗ്യം. ഭയങ്കര ഭാഗ്യ. കൊണ്ടുപോവല്ലോ. ഇത് കഴിയാറാകുമ്പോൾ എന്നെ വിളിച്ചാൽ അനുചേട്ടാ പ്രോഗ്രാം കാണാൻ പറ്റുന്നു കേട്ടോ. ചേച്ചി മേക്കപ്പ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അവള് ചെങ്കൽ പഞ്ചായത്തിലെ ഡാൻസിനൊക്കെ നല്ല മേക്കപ്പ് ഉണ്ടാക്കിട്ടൊക്കെ. ചെങ്കൽ പഞ്ചായത്തിൽ മേക്കപ്പ് മേനാ പോ. നമ്മുടെ ഈ ചെങ്കലിലെ ആ പഞ്ചായത്തിൽ ഒരു ഡാൻസർ ഉണ്ട്, സുധീഷ് കുമാർ എന്ന് അറിയാമോ? ഉണ്ടോ? അത് അദ്ദേഹം ഈ ഭരതനാട്യം പോലുള്ള പിന്നെ ഈ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഇതായി ചെയ്യുന്നത്. സുധീഷ് കുമാർ, ഹരികുമാർ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് എന്റെ ഗുരു. ഇതിപ്പോ എന്തോ ഇടുന്നേ ചേച്ചി? ചേച്ചി ഇതെന്തോ ഇടുന്നേ? ഇതെന്തോ ഇടുന്നേ ഇപ്പൊ? ഇതാ അറിഞ്ഞൂടെ കണ്ടിട്ട് മനസ്സിലായില്ല. ചേച്ചിക്ക് അറിയാം, ചേട്ടൻ മിണ്ടാതെ. അല്ല ചോദിച്ചേ, ഞാൻ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ലേ, അതാ ചോദിച്ചു. പൗഡർ. ശരി. ഞങ്ങൾ ചേച്ചി നമ്മളേ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് ചെയ്യല്ലേ, സൈഡിൽ നിന്ന് ചെയ്യൂ. തിരിഞ്ഞു ഇങ്ങോട്ട് കൊടുക്കടി. ഒരു ഡാൻസുകാരുടെ ഫ്രണ്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ചേച്ചി കല്യാണത്തിനൊക്കെ വർക്ക് ചെയ്യാൻ പോകും ചില ടൈമിലേ പോകും. അതാണ് ഈ ഫ്രണ്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. അതാണ് കല്യാണം വർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഒന്ന് ചെയ്യാം. ഡാൻസിങ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പുറകെ കുറച്ചുകൂടെ ചെയ്യണം. ചേച്ചി അപ്പൊ ബ്രഷ് ചെയ്യണ്ട, കൈവച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നീ രാവിലെ ബ്രഷ് ചെയ്തിട്ടല്ലേ വന്നേ? ഞാൻ ബ്രഷ് അല്ല ചേട്ടാ. പിന്നെ എനിക്ക് എന്ന സമയം പോക്കെ എന്നെ കല്യാണം കഴിച്ച അന്നോട്ട് സമയം പോവേ തന്നെ. എന്റെ സമയമാണെന്നേ ഉള്ളു പോണത്. ചേച്ചി കല്യാണ വർക്കൊക്കെ ചെയ്യാൻ നന്നായി ചെയ്യൂലേ? ഇപ്പൊ റേറ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ പറയാൻ കേട്ടത്. പാവങ്ങളെ നോക്കിയൊക്കെ നമ്മള് സഹായിക്കും. ഇന്നലെ എത്ര രൂപയ്ക്ക് ചേച്ചി റേറ്റ്? എന്നാലും പറയൂ. അത് എന്നെ പറഞ്ഞോളൂ, എത്രയാന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ കല്യാണം സ്റ്റുഡൻസ് അനി മേക്കപ്പ് ചെയ്യൂ. വാലൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നോക്കുമോനെ. നിക്ക ഞാൻ രണ്ടിനും വരച്ചിട്ട് നോക്കേ. കഴിയാറായ? നിങ്ങൾക്ക് എന്താ കഴിയട്ടെ? കഴിയാറായ ചേച്ചി? മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി ചെയ്യട്ടെ? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയുള്ള എത്ര ടൈം എടുക്കും ചേച്ചി? ടൈം അവർക്ക് എങ്ങനെയാണെന്ന് നോക്കിട്ട് അത് കണക്കാക്കിയല്ലേ ചെയ്യാൻ പറ്റൂ. ചേച്ചി ചെയ്യട്ടെ. ചേച്ചി ഞാൻ ഒരു കാര്യം, ചേച്ചി ഒന്ന് നിർത്തോ, ഒന്ന് നിർത്തോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 12 ദിവസം പ്രാക്ടീസ് ചെയ്തത് ഞാനാണ്. എന്നിട്ട് ഇന്നിപ്പം ഞാൻ അറിയുന്നു എന്നെ മാറ്റി ഉമേനെ ഉമേന്ന് പറഞ്ഞ ആളിനെ ചേർത്തു എന്ന്. ചേച്ചിയാണെങ്കിൽ എന്ത് ചെയ്യും?
ചേച്ചി എന്തെങ്കിലും ഒന്നും ചെയ്തില്ല. ഇല്ല ചേച്ചി പോവും. വിഷമം വരുമോ അതോ ചേച്ചി എന്നെ അവിടെ ചെയ്യുക? 12 ദിവസം ചേച്ചിയാണ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും. വിഷമം മാത്രമേ വരത്തുള്ളൂ. ചേച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കൂലേ? സംസാരിക്കും. ആ കേറുവോ? ചേച്ചി എന്നെ കേറുവോ? എന്റെ ഒരു ദിവസം പോലും പ്രാക്ടീസിന് വരാത്ത ആള് ചെയ്യോ? ചേച്ചി അവിടെ ഇരുന്നോ? ഒരു ദിവസം പോലും പ്രാക്ടീസിന് വരാത്ത ആളിനെ കയറ്റുമോ അതോ 12 ദിവസം അതും ഡാൻസ് പഠിച്ച ഞാൻ ചെയ്യോ? ചേച്ചി പറ. എന്റെ കുട്ടി നന്നായിട്ട് കളിക്കുന്നോണ്ട് അവളെ പിടിച്ചു. ഞാൻ മേക്കപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. എന്റെ കുട്ടിയെ മനസ്സിലായോ? എന്റെ കുട്ടി നീ 12 ദിവസം എന്താ പഠിച്ചേ? ചേച്ചി നോക്കേ, ഈ കളിച്ചോ ഈ സ്റ്റെപ്പ് ഒരേ അവള് തെറ്റിച്ചു. നീ ഞാൻ ഒരുമിച്ച് ശശി പഠിച്ചത് അന്ന് കല്ലു കല്ലു എന്ന് പറഞ്ഞ് നടന്നിട്ട് അന്ന് കല്ലു കല്ലു എന്ന് പറഞ്ഞ് കുറച്ച് ഇതെപ്പോ കല്ലു കല്ലു എന്ന് പറഞ്ഞ നടന്നത്? പഠിച്ചോണ്ട് കൊച്ചു കളിച്ചോണ്ടതാ. നീ അവിടെ ഇരി, നിനക്കുണ്ട്. ചേച്ചി പറ ചേച്ചി എന്തോന്ന് വേണം? ചേച്ചി പറ. എന്റെ അടുത്ത് ഇപ്പോഴാണ് പ്രസിഡന്റ് ഇങ്ങോട്ട്. ആ ചേച്ചി എവിടെ ഉള്ളത്? ചേച്ചിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ചേച്ചിനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ ആര് വിളിച്ചത്? അനി വിളിച്ച്. എഴുന്നേക്കടി എഴുന്നേക്കടി. ചേച്ചി വാ, എനിക്ക് മേക്കപ്പ് വാ 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 വന്നൊന്ന് ടച്ച് ചെയ്യ. ചേച്ചി ഒന്നും ചെയ്യണ്ടേ? ചേച്ചി അങ്ങനെ പലതും പറയും. ഇല്ല ഇവര് എന്താ അർത്ഥത്തിലാണ് ചേച്ചി മേക്കപ്പ് ചെയ്യാൻ വന്നത്? അത് തന്നെ. അല്ല ചേച്ചി എന്ത് അർത്ഥത്തിലാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്ത്. എനിക്ക് എവരുമായിട്ട് ഒരു പ്രശ്നമില്ല. ഞങ്ങളായിട്ട് പ്രശ്നം. എനിക്ക് എവരുമായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പ്രസിഡന്റ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. കാര്യം ഇത്രയും സമയമായിട്ട് എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത് ഉഷേര മോള് ഉമേനെ ചേർത്തത്. അത് എന്തർത്ഥത്തിൽ ഉഷേര മോള് ഉമേനെ ചേർത്തത്? പൊട്ടിച്ച് നശിപ്പിച്ചാടാ. എന്ത് തൊട്ടാലും അവൻ നശിപ്പിപ്പാണ്. നീ നിന്റെ കാര്യം നോക്കിട്ടോ. നിന്റെ കാര്യം നോക്കട്ടോ. ഈ ആമ്പിളുടെ കളി നല്ലതാട്ടോ. ചേച്ചിയെ ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചി വന്നാ മതി എന്ന് പറഞ്ഞാൽ ചേച്ചി പോവൂലേ? നമ്മൾ വിളിച്ച ആൾക്കാരെ നോക്കിയാ പോരെ, അല്ലാതെ പഴയ ആൾക്കാരെ ചീഞ്ഞ ആൾക്കാരെ നമ്മൾ നോക്കണോ? 9ാം ക്ലാസ്സിൽ ഓട്ടോക്കാരനെ പോയി ഈ ചീഞ്ഞനല്ലേ നിൽക്കുക. അതൊക്കെ പോട്ട്. നീ പലരോടെയും പോവും. നീ മോളിരിക്കും. നീ സ്ത്രീയെ മാറി സംസാരിക്കട്ടോ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ അവിടെ ഞാൻ 12 ദിവസം പ്രാക്ടീസ് ചെയ്തതാണ്. എന്നിട്ട് എന്നെ പെട്ടെന്ന് മാറ്റുമ്പോൾ എനിക്ക് വിഷം വരും. ഞാൻ ഇങ്ങനെയല്ലേ ചേച്ചി പ്രതികരിച്ചോളിപ്പോ? ഒന്നിങ്ങി വരുവോ? അർജന്റ് ഓടിയോ? അതെന്നെ പെട്ടെന്ന് വാ. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ കുട്ടിയുടെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായോ? ആ ചേച്ചി ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞോട്ടെ. ഒരു ദിവസം രാത്രി കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുവോ? അങ്ങനെ ആളിനെ മാറ്റുമോ? ചേച്ചി സമ്മതിക്കോ ഇല്ലേ? ഒരു കാര്യം ചോട്ടെ. അവള് കളിച്ച ഡാൻസ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിയാ ഡാൻസ് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ചേച്ചി ഈ ആളാണ് ചേച്ചി. ചേച്ചി ഇത്ര ദിവസം പ്രാക്ടീസ് റെഡിയായില്ല. ഉഷ ഏത് വഴിയാണ് എവർക്ക് സാധനം പിടിച്ചു കൊടുത്തതെന്നൊക്കെ അമ്മായിയെ തൊട്ട് കളിക്കരുത്. അമ്മായിയെ തൊട്ട് കളിച്ചത് അമ്മായി. ഇപ്പൊ എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പൊ നമുക്ക് പോകാം. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിങ്ങൾ എങ്ങനെ പോകും? അടിക്കേണ്ട കാര്യമില്ല. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മളെന്തിനാ അഴിച്ചു? ചേച്ചി ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ചെയ്യേണ്ടത് തന്നെ അവര് മായ്ച്ചു കളയുന്നില്ലേ? അപ്പൊ പിന്നെ അവരിനി മാറ്റൂല. ചേച്ചി ചേച്ചി ചെയ്യെങ്കിൽ ചേച്ചി വന്ന് അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് വരില്ലേ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം നമുക്കറിയില്ല. ചേച്ചി വേറെ ഒരു പ്രശ്നമില്ല. ഇതിന് മാറ്റി ചേച്ചിക്കാണെങ്കിൽ വിഷം വരൂലേ? ചേച്ചി വിഷം പറയൂ. നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നേരത്തെ പറയണ്ടേ? നമ്മൾ ഇടപെടൂലായിരുന്നല്ലോ. ഇവര് അറിയത്തില്ലായിരിക്കുമല്ലോ. ഞാൻ സാരിയൊക്കെ കൊടുത്തത് നന്നായിട്ടില്ലേ? ഞാൻ എന്താ ഉടുത്തത്? നിന്റെ കാര്യം ചോദിച്ചു. ഞാൻ എന്റെ കാര്യം വിളിച്ചോണ്ട് പോടാ. ഇതിനെയൊക്കെ ആരെങ്കിലും മര്യാദ സംസാരിക്കണം കേട്ടോ. ഇല്ല അത് മേക്കപ്പ് ഒക്കെ മായ്ക്കുന്നു. വാ. കറക്റ്റ് വെക്കണേ. അവരൊന്നും ചെയ്യൂല ചേച്ചി, ഒന്നും ചെയ്യൂല അവര്. ചെയ്യാൻ സമ്മതിക്കൂല ഞാൻ. അതിന്റെ കാര്യം എന്താ? ഞാൻ കളിക്കുമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഡാൻസ് കളിക്കും. നീ കളിക്കൂല. നീ ഇന്ന് കളിക്കൂല. അതൊന്നും അറിയാടി. ഇങ്ങനെ പ്രേതത്തിനെ കല്യാണി കയറോ നമുക്ക് കാണാം. കല്യാണി എന്നെ കയറും. നിന്റെ കളി ഭയങ്കര കളി തന്നെ.
ചേച്ചി ഇട് ചേച്ചി ധൈര്യമായിട്ടിട്. ഞാനല്ലേ ചേച്ചി വിളിച്ചത്? എന്നെ പറയാറുണ്ട് അല്ലേ ചുമ്മാ പൊട്ടല്ലമായി കൊടുക്കാം. ചേച്ചി ഒന്നും ചെയ്യൂല. ചേച്ചി ഇട്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അനി ആരാ? അനി അണ്ണനാ? അനി ചേട്ടൻ? ആരെങ്കിലും ആവട്ടെ. അവനായാലും എല്ലാ വരട്ടെ. ആണുങ്ങളെ അറിയണം. അത് തന്നെ. ഇട് ഇട് നിന്റെ ചേച്ചി ഇട്. മണഗുണാഞ്ജന കണക്ക്. ചേച്ചിയോട് ഞാൻ നിൽക്കല്ലേ ഇട്. സ്ത്രീ ദേഹത്തൂടെ അവരെ ചേച്ചിട്ടു ഇതാണോ അനി? ചേച്ചിട്ടു ഇവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയത്തില്ല. നീ എന്തോന്ന് കണ്ടു വിളിച്ചത് നമ്മൾ? അതെന്താണ് ഇട്ടത്? ഇരി ചേച്ചി ഇരി ചേച്ചി. നിങ്ങൾ അങ്ങോട്ട് നിന്ന് സംസാരിക്കും. ബാക്കിൽ വന്ന് നടന്ന് എന്തോ സംസാരിക്കുന്ന പിന്നെ എനിക്കറിയത്തില്ല. നീ വിളിച്ച് വന്നു. അതിന് മേക്കപ്പ് ഇടാനും അപ്പൊ മേക്കപ്പ് ഇടാൻ പോകുമ്പോ മാറ്റി കളയുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മളാരും മേക്കപ്പ് ആർട്ടിസ്റ്റ്. എല്ലാ പെണ്ണുങ്ങളും ഞാൻ മാത്രമാണോ? പിന്നെ ഇതാ എന്റെ ചേട്ടനെ കണ്ടൂടെ നിങ്ങൾക്ക്? അയ്യോ തലയിരിപ്പാണ്. പിന്നെ ബീനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിൽ എനിക്കും ചെയ്തു തരാൻ പറ. എനിക്കും ചെയ്തു തരാൻ പറ. നിങ്ങൾക്ക് ചെയ്യാനല്ലല്ലോ വിളിച്ചത്. ഒരു കാര്യം ചെയ്യ, എനിക്ക് ആദ്യം ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാലോ? അത് പോട്ടെ, അത് പ്രശ്നം. ആണേ മേക്കപ്പ് ചെയ്തിരിക്കുവല്ലേ? നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സ്വന്തക്കാരിയാ അവള്. എന്റെ സ്വന്തക്കാരി. നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടല്ലേ വന്നത്? അതന്നെ നിങ്ങളെ സ്വന്തക്കാരിയാ. അതെ, എന്റെ സ്വന്തക്കാരി. അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ചേച്ചി. അപ്പൊ എനിക്ക് ഒരു വിഷമവും ഇല്ലേ? ഇല്ല, നിങ്ങൾ മേക്കപ്പ് ചെയ്ത് തന്നെ വന്നിരിക്കുന്നു. ഇനി എന്തോ മേക്കപ്പ് എനിക്ക് ടച്ച് ചെയ്യണം. ഞാനില്ലേ ഡാൻസ് കളിക്കുന്നു, അവള് കളിക്കുന്നില്ലല്ലോ. ടച്ച് ചെയ്തു പോരെ? പക്ഷെ ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഇതാണ് പ്രശ്നം. ഒരു കാര്യം പറയട്ടെ. അവളെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചെയ്തോട്ടെ. അതെ. ഓ അത് പറയില്ല, അത് നിങ്ങൾക്ക് സമ്മതമല്ലേ? ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പെണ്ണില്ലല്ലോ. നമ്മൾ പെണ്ണുങ്ങളല്ലേ? അല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറ. പഴയ പോലെ ആയി. അത് തന്നെ. കുഴപ്പമില്ല കേട്ടോ. ഡാർക്ക് കിടക്കും. ഐലൈനർ ഇവിടെ വരച്ചു കൊടുക്കണം. പഴയ പോലെ ആയില്ലേ? അവര് വരാതെ നോക്കും. ഒരു ഉദയംകുളങ്ങര ഉള്ളൊരു പയ്യുണ്ടായിരുന്നു, സിനു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവൻ എന്തിനേക്കാളും എന്ത് വൃത്തിയായിട്ട് ചെയ്തു. ആദ്യം അവനെ വല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവനൊരു ചുക്കും അറിയില്ല. അതെ ചേച്ചി നന്നായിട്ട് ചെയ്തു. എന്ത് ഭംഗിയായിട്ട് ഇതൊക്കെ. നിങ്ങൾ പറയുന്നതും കേട്ടോണ്ടൊന്നും എനിക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. കുറെ നേരം നിങ്ങൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഐലൈനർ ഇവിടെ വരച്ചു കൊടുക്കും, ഇവിടെ താഴെ. നിങ്ങൾ എന്ത് വിളിച്ചാൽ മതി. തേങ്ങ ഇടണ്ട, ഒരു കുന്തം ഇടണ്ട. അതെന്ത് സുഖമായത്? ചേച്ചി ഇത്രയും പാട്ടോട് ചൊല്ലിയില്ലേ? ഞാൻ ക്ഷമിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? നിങ്ങൾക്ക് വല്ല കൂസലും ഉണ്ടോ? ഞാൻ ഇത്രയും വന്ന് പറഞ്ഞിട്ട് നിങ്ങളാരാ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. എവരാരും നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെ അറിയാം? അതങ്ങൾക്ക് അറിയാം. എന്റെ ഒരു ചേച്ചിയായിട്ട് വരും. നിന്റെ ഏത് ചേച്ചിയടി? നിനക്കെല്ലാ ചേച്ചി അറിയാം. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഇത് പലതും ചെയ്യും. നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ നാട്ടുകാരിയല്ലേ? അല്ല, ഞാൻ അമേരിക്ക അമേരിക്കക്കാരിയല്ലേ? അപ്പൊ അവിടെ നിക്കട്ടെ, അവിടെ നിന്നാ മതിയേ. നാട്ടുകാരിയാ. ഞാൻ പല നാട്ടുകാരിയാ. അത് നിങ്ങളെ ബോധിപ്പിക്കണം. അപ്പൊ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? പിന്നെ നിങ്ങൾ ഇതിനെ ഇടപെടുന്ന എന്തിന്? ആഹാ എന്തേലും ആഹാ. നിങ്ങൾക്കൊന്നും ഉണ്ടായി. നിങ്ങളല്ലേ മേക്കപ്പിനായിട്ട് വന്നത്? ഞങ്ങൾ വിളിച്ചു വന്നാ ഞങ്ങൾ വിളിച്ചു വന്നാ നീ നിന്റെ കാര്യം നോക്കി ഞങ്ങൾ വിളിച്ചു വന്നതാ. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ലേ? ചേച്ചി പറഞ്ഞോളും. ചേച്ചി പറഞ്ഞോണ്ടിരിക്കും. പറ ചേച്ചി പറ ചേച്ചി. ഞാൻ ഇത്രയും വന്ന് നിങ്ങളുടെ അടുത്ത് കാര്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ കാര്യം പറയുന്നത് പിന്നെ എന്താ സ്ത്രീകളുടെ ഇങ്ങനെയാണ് ഒരു സ്ത്രീ ഇടപെടുന്നത്? ഇങ്ങനെയാണോ? ചെറ്റത്തരം കാണിച്ചിട്ട് പിന്നെ നിനക്ക് എങ്ങനെയാ സംസാരിക്കാനായിട്ട് വോയിസ് ഉള്ളത്? എന്തെങ്കിലും ചെയ്തിട്ട് ഇല്ല, നിങ്ങൾ സംസാരിച്ചല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് ആരും പോകൂല. ഇല്ല, ഈ റൗഡികളുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചു. ചേച്ചി റൗഡികളിൽ നിന്നല്ല, റൗഡി ചേച്ചി അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. ചേച്ചി ഇല്ല, ഇവിടെ നിന്ന് ആരും പോകൂല. എന്തിനാ നിങ്ങളടുത്ത് അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല? ചെയ്യാൻ വന്നതല്ലേ? പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് അവരിന്ന് സംസാരിക്കും. ചേച്ചി പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് ചേച്ചി സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങളല്ലല്ലോ വിളിച്ചത്. നിങ്ങൾ വിളിച്ചില്ലല്ലോ. ചേച്ചിയല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്റെ കുട്ടിയുടെ ജീവിതം പൊട്ട് ഞാൻ വെച്ചോളാം. കുറച്ചുകൂടെ ഉള്ളു പൊട്ട് നിന്നെ വെപ്പിക്കാൻ ഞാൻ. പൊട്ട് ഞാൻ എന്റെ വെപ്പിക്കാം. കുട്ടിയുടെ കാര്യം നോക്കി 5:30 സ്റ്റേജിൽ കയറുള്ളതാ. അനി ഞാൻ പോട്ടാ. എന്തോ നിങ്ങൾക്ക് നല്ല സുഖമില്ലേ? എന്തേ സുഖമില്ല? ഒരുക്കാൻ പറയുന്നു, ഒരുക്കിയപ്പോ നിങ്ങൾ അത് മായ്ച്ചു കളയുന്നു. ആര് വന്നു ചേച്ചി? എന്ത് പറ്റി? എന്താ ഇവിടെ? എനിക്കറിയാം. എന്റെ മോളെ വിളിച്ചു. ചേച്ചി എന്താണ് നിന്നെ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ? പൈസ കൊടുക്കുന്നത് ഞങ്ങളാണ്. എന്ന് വെച്ച് 12 ദിവസം ഇയാളെ നോക്കണ്ട, പൈസ കൊടുക്കുന്നത് ഞങ്ങളാണ്. അയ്യോ നിങ്ങളാ വന്നത്. എന്തേലും ചെയ്തോട്. നീ എന്താ ചെയ്തോട്? പിന്നെ ഞാൻ 12 ദിവസം നീ എന്തിനാ 12 ദിവസം ചെയ്തെങ്കിൽ സ്റ്റെപ്പ് തെറ്റും. ഈ എവരറിയാലോ, ഈ വായി നോക്കി അറിയാം സ്റ്റെപ്പ് കറക്റ്റായിരുന്നാടാ. ഒരു സ്റ്റെപ്പ് കൂടി കളിച്ചല്ലേ? നിങ്ങൾ കണ്ട എന്റെ സ്റ്റെപ്പ്? അവര് സംസാരിക്കും. സ്റ്റെപ്പ് കുറെ ഉണ്ട് അവർക്ക്. സ്റ്റെപ്പ് നാക്ക് ഇതെല്ലാം മായ്ച്ചു കളഞ്ഞു. എത്ര പ്രാവശ്യം തൊടില്ല. പ്രശ്നം ഒന്നല്ലേ? തൊടില്ലേ അവിടെ? നീ തൊടണമെങ്കിൽ ബാക്കി ഞാൻ നോക്കോളാം. മെമ്പർ പറ.
ഇത് ശരിയാണോ തെറ്റാണോ? മേക്കപ്പ് ചെയ്യാൻ വന്ന് എനിക്ക് ബാക്കി കാര്യം അല്ല മെമ്പർ ആണല്ലോ. അപ്പൊ അതെ, ഇങ്ങനെ ഒരു മേക്കപ്പ് പ്രശ്നം ചെയ്യാൻ വന്നാ വിളിച്ചു വന്നു, ബാക്കി കാര്യം എനിക്ക് അറിയത്തില്ല. മെമ്പർ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന മെമ്പർ എങ്ങനെ സംസാരിക്കുമെന്ന് മാത്രം ഒന്ന് പറ. എനിക്ക് അത്രേ ഉള്ളു. മതിയത് പറഞ്ഞു കൊടു, ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പറഞ്ഞു കൊടു എന്റെ പൊന്നു മെമ്പറേ. ഉഫ്. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ? ഇതിന് നമ്മളെങ്ങനെ തീർക്കും? നമ്മളെങ്ങനെ പരിഹാരം കാണാം? അത് നിങ്ങൾ തന്നെ തമ്മിലാണ് പരിഹാരം കാണേണ്ട. അല്ല മെമ്പർ അങ്ങനെയാണെങ്കിൽ മെമ്പർ നിന്ന് അതിനെപ്പറ്റി സോൾവിൽ ഒരു സംസാരിക്കത്തില്ലേ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്താണ് പ്രശ്നം. സംസാരം നിങ്ങളെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് ചേച്ചിയുടെ അടുത്തല്ലേ ചേച്ചി ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇത്രയും നേരം ഞാൻ ചേച്ചിയുടെ അടുത്തല്ലേ കാര്യം പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ കോൺഫിഡൻസ് ആക്കുക. നമ്മളെന്തോന്ന് ചേച്ചി മെമ്പറാണോ? ആണെങ്കിൽ അല്ല ചേച്ചി പിന്നെ എന്തിനാണ് ഇങ്ങനെ അവിടെ സംസാരിക്കുന്നത്? എന്തിനാണ് ദേഹത്ത് തൊട്ട് കളിക്കല്ലേ? പറയാം ദേഹത്തോട്ട് എന്താ ഞങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ട്? പിന്നെ എന്തോന്നാണ്? പിന്നെ എന്റെ ദേഹത്ത് തൊട്ട് അല്ല കുറെ നേരോട് ചേച്ചി ഇടുന്ന അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവരാണ് മേക്കപ്പിനെ വിളിച്ചത്. നിങ്ങൾക്ക് അപ്പൊ പൈസയാണ് വലുത്. തോണ്ടുന്ന കാര്യം നിങ്ങൾ ദേഹത്ത് തോണ്ടി പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞാൻ പൊട്ടിയൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് പച്ച മലയാളം നല്ല മനസ്സിലാക്കും. നിങ്ങൾ ഈ തോണ്ടുന്നത് എന്തിനാ? എനിക്ക് കൈയുള്ളോണ്ട് തോണ്ടുന്നത്. നിങ്ങൾ തോണ്ടിയാ ചേച്ചിയും തോണ്ടും. എനിക്ക് കൈയുള്ളോണ്ട് തോണ്ടുന്നത്. എന്റെ കൈ തരിപ്പുണ്ടെങ്കിൽ കൊണ്ട് തീർക്കും. നിങ്ങളത് തോളിലോട്ടല്ലേ അത് ശരി. എന്തോ തോണ്ടുന്നത്. പിന്നെ ഞാൻ തോന്നുവാണ് ചുമ്മാ ഇരിക്കണോ ഇതൊക്കെ കണ്ടിട്ട്? ചേട്ടാ അത് നിങ്ങൾ തമ്മിൽ തീർക്ക്. നമ്മൾ വന്ന ഞങ്ങളോട് എന്തിന് നിങ്ങൾ തലയിൽ കയറുന്ന ഞാൻ ചോദിക്കും. നിങ്ങൾ പിന്നെ ഇത്രക്ക് ഇതങ്ങ് തിളപ്പ് തിളയ്ക്കാനായിട്ട് എന്തോന്ന്? നിങ്ങൾ വന്നപ്പോ തൊട്ട് തിളക്കുന്നത്. അതെ എനിക്ക് വിഷമമുള്ളതുകൊണ്ട് ഞാൻ തിളയ്ക്കുന്നത്. നിങ്ങൾ തിളയ്ക്കേണ്ട കാര്യം എന്തോന്ന്? ഇതിപ്പോ നല്ല കാര്യം. കഥ മാറി. അല്ല നിങ്ങൾ കിടന്നങ്ങ് തിളക്കുന്നോട്ട് അവര് നമ്മളടുത്ത് തിളച്ചോണ്ടിരിക്കും. ഇപ്പൊ നമ്മള് തിളക്കാം. അപ്പൊ എവര് പ്രസിഡന്റ് ആര്? ഈ പുള്ളിയുടെ ആര് വെള്ള പേപ്പറിൽ എഴുതി സ്റ്റാമ്പ് പൊട്ടിച്ചു തരാം. ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ പെണ്ണ് ഞാൻ പെണ്ണ് സംശയമുണ്ടോ? അതെ സംശയമുണ്ടോ? അതെ സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഒരു സ്ത്രീയോട് സംസാരിക്കണം ഇങ്ങനെയാണോ സ്ത്രീ? അടെ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കല്ല കേട്ടോ. നിങ്ങൾ അതിന്റെ അപ്പുറത്തെ കച്ചവടമായിട്ട് എന്നെ സംസാരിക്കണം കേട്ടോ. ആ മെമ്പർക്ക് ഒരു വിവരമുണ്ട്. നിങ്ങളെ ഞാൻ വന്നപ്പോഴേ നോട്ടിട്ടതാണ്. വന്നപ്പോഴേ നോട്ടിട്ട്. അതെ അതെ അതെ. അവിടുത്തെ ഒന്നാം തരം വില്ലത്തിയാണ് മനസ്സിലായി. പിന്നെ മിണ്ടായി. എന്തായാലും മിണ്ടായി. പിന്നെ മിണ്ടായി. നിങ്ങളാരായിട്ടാണ് അവര്? നിങ്ങളാരായിട്ടാണ്? എന്തോന്ന് നിങ്ങട്ട് എന്നടാ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? തോണ്ടലല്ല അത് അടിയാണ്. നല്ല ആരോഗ്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ആരോഗ്യമില്ലേ? അത് നമ്മളെടുത്ത് ബോധ്യം. നിങ്ങളടുത്ത് ഞാൻ എന്തിനു ബോധ്യപ്പെടുത്തണം? അതൊക്കെ മറ്റേ ആനെ കിടന്ന് ഇങ്ങനെ തള്ളുമ്പോൾ ഇങ്ങനെ എന്തോ ഇരുമ്പിലുണ്ടാക്കി വെച്ചു. ഞാൻ ചേച്ചി തൊട്ടല്ലേ സംസാരിച്ചോളൂ. തൊട്ടതൊക്കെ ഇങ്ങനെ തൊടുന്നത് ഭയങ്കര ആലോചിച്ച് നോക്ക്. ദേഹത്തോട്ട് സംസാരിക്കണം. ചേച്ചി ഇങ്ങനെ ഇന്നലെ ഒരു സ്കെൽറ്റൻ ചേച്ചി അടിച്ചത് ഓർമ്മയുണ്ടാ? ഈ തോണ്ടിയത് നിങ്ങൾ ഒരു സ്ത്രീ കാരണം എന്റെ ഭാവിയാണ് പോണത് അറിയാമോ? എന്തായാലും പിന്നെ അവിടെ കയറി രണ്ട് ഇതാക്കുന്നത് ഭാവിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞു പെണ്ണുമ്പിള്ളേരത്ത് തോണ്ടല്ലെന്ന് പറ. ചേച്ചി അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം നിങ്ങൾ കിടന്ന് സ്റ്റേജിലേടായോ? ഇല്ല ഇവിടെ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പോയല്ലേ? എനിക്ക് മനസ്സിലായി. എന്തേലും മനസ്സിലാവാൻ വിട് കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം മനസ്സിലായി. കണ്ടപ്പോ തൊട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് സംശയമാണ്.
അല്ല തോണ്ടിയപ്പോഴാണ് ദേഷ്യം വന്നേട്ടാ. അതെ 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 ഇത്രയും നന്നായിട്ട് അവർ ഒരു സൈലന്റ് ആയിട്ടിരിക്കുക. അവർക്ക് അറിയാവുന്ന രീതിയിൽ നിന്നെ മേക്കപ്പ് ചെയ്ത് വെച്ചു. അതിനാ വന്ന് ഈ വെളുക്കോളമാക്കി. പിന്നെ ആ ചേച്ചി ദേഷ്യപ്പെടൂലേ, കാരണം കൂടുതലും മെമ്പർ അവരോട് ചോദിക്കണം, ഏയ് ശീല ഇതിന്റെ പിറകിൽ എന്തിന് ശീല ഞാൻ അത് ചെയ്യട്ടാടി. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മേക്കപ്പിനോട്. ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങിന് നൽകുന്ന സമ്മാനം.